വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കർണാടകയിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ അധികാരമേൽക്കുകയാണ്. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ DK ശിവകുമാർ അധികാരമേൽക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമല്ല. പ്രതിസന്ധിക്ക് കാരണം സിദ്ധാരാമയ്യ നൽകിയ ഒന്നാന്തരം പണി തന്നെയാണ്. DK ശിവകുമാറിന് മാത്രമല്ല, കോൺഗ്രസിനും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചാണ് സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ഇറങ്ങിപ്പോയത്. രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ജാതി സെൻസസിന് അനുവാദം കൊടുത്തതിന് ശേഷമാണ് സിദ്ധാരാമയ്യ പടിയിറങ്ങിയിരിക്കുന്നത്. ഇത് നടപ്പിലാക്കേണ്ടത് നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഉത്തരവാദിത്വമായി മാറിക്കഴിഞ്ഞു. മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള അംഗമാണ് ശിവകുമാർ. ഇത് നടപ്പാക്കിയാൽ തന്റെ സമുദായത്തിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇനി നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നാക്ക സമുദായത്തെ അവഹേളിക്കുന്നത് പോലെ ആവുകയും ചെയ്യും. 2025 നവംബർ മുതൽ തീരുമാനമാകാതെ കെട്ടിക്കിടന്ന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ടാണ് സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപ് സിദ്ധാരാമയ്യ അംഗീകരിച്ച് ഒപ്പുവച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച അദ്ദേഹം തന്റെ രാജിക്കാര്യം മന്ത്രിമാരെ അറിയിക്കുകയും ചെയ്തു. ലിംഗായത്ത്, മുക്കലിംഗ തുടങ്ങിയ പ്രബല വിഭാഗങ്ങളുടെ എതിർപ്പ് ഭയന്ന് മുൻ സർക്കാരുകൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ മടിച്ചിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് നടപ്പിലാക്കാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും മടിച്ചു നിന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പദവി ഒഴിയേണ്ടി വരുമെന്നുറപ്പായതോടെ സിദ്ധാരാമയ്യ അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വഴി DK ശിവകുമാറിനും കോൺഗ്രസിനും മറ്റൊരു പ്രതിസന്ധിയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. മുക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ DK ശിവകുമാറിന് ഈ റിപ്പോർട്ട് നടപ്പിലാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇനി കർണാടക തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് വെറും 2 വർഷം മാത്രമാണ്. അധികാര തുടർച്ച ലഭിച്ചാൽ ഒരുപക്ഷെ DK തന്നെ മുഖ്യമന്ത്രി പദവിയിൽ തുടർന്നേക്കും. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കമാണോ സിദ്ധാരാമയ്യ പുറത്തെടുത്തതെന്നും കരുതുന്നവരുണ്ട്. റിപ്പോർട്ട് തള്ളിക്കളഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യും. അതൊരു പക്ഷേ ഭരണപ്രതിസന്ധിക്ക് പോലും കാരണമാകും. ദേശീയ തലത്തിൽ ജാതി സെൻസസിനായി ശക്തമായി വാദിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കർണാടകയിലെ ഈ സാഹചര്യം വലിയ പ്രതിസന്ധിയിലാക്കും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJP അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്യും. പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും കരുത്തനായ നേതാവെന്ന തന്റെ പ്രതിച്ഛായ ഉറപ്പിച്ചാണ് സിദ്ധാരാമയ്യ പടിയിറങ്ങുന്നത്. മുഖ്യമന്ത്രി കസേര വിട്ടൊഴിയുമ്പോഴും കർണാടക രാഷ്ട്രീയത്തിലെ തന്റെ സ്വാധീനവും താൻ ഉയർത്തുന്ന അഹിന്ദു രാഷ്ട്രീയവും അവഗണിക്കാനാവില്ലെന്ന സൂചനയാണ് സിദ്ധാരാമയ്യ പരോക്ഷമായി മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കർണാടകയിൽ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയാണ് സിദ്ധാരാമയ്യ പടിയിറങ്ങിയിരിക്കുന്നത്.